ഹിന്ദു പുരാണങ്ങളിൽ ഭഗവാൻ വിഷ്ണുവും ഭഗവാൻ കൃഷ്ണനും ഉപയോഗിച്ച ദിവ്യായുധമാണ് സുദർശന ചക്രം അല്ലേ? അതിൻ്റെ കൃത്യത, വേഗത, ദൂരെ നിന്ന് തിന്മയെ നശിപ്പിക്കുവാനുള്ള കഴിവ് എന്നിവയ്ക്ക് പേരുകേട്ടതാണ് സുദർശന ചക്രം. നമ്മുടെ ഇന്ത്യക്കുമുണ്ട് ഒരു സുദർശന ചക്രം. എന്താണ് എന്നല്ലേ നമുക്ക് നോക്കാം. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കുവാനുള്ള പാകിസ്ഥാന്റെ ശ്രമം തകർത്തത് ഇന്ത്യയുടെ സുദർശന ചക്രം എന്നറിയപ്പെടുന്ന S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഒരു മിസൈലോ ഡ്രോണോ പോലും ഇന്ത്യയിൽ നാശം വിതയ്ക്കാത്ത വിധം തകർത്തെറിയുവാൻ ഇന്ത്യക്ക് സാധിച്ചു. S-400 ട്രയംഫ് ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ്. റഷ്യ നിർമ്മിച്ച് ഇന്ത്യയുടെ തന്ത്രപരമായ വ്യോമ പ്രതിരോധ കമാൻഡുമായി സംയോജിപ്പിച്ചിരിക്കുന്നതാണ് ഇത്. സ്റ്റെൽത്ത് വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികൾ കണ്ടെത്തുവാൻ S-400 പ്രാപ്തമാണ്. 360 ഡിഗ്രിയിൽ നിരീക്ഷണം നടത്താൻ കഴിയുന്ന മൾട്ടി ബാൻഡ് ഫേസ് അറേ റഡാറുകളുടെ ഒരു ശൃംഖലയാണ് ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ 600 കിലോമീറ്റർ അകലെ നിന്ന് ഒരേ സമയം 300 ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യുവാൻ ഇതിന് കഴിയും. ഭീഷണികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് സെന്റർ അതിന്റെ ലേയേർഡ് ആയുധപ്പുരയിൽ നിന്ന് ഒപ്റ്റിമൽ മിസൈൽ തിരഞ്ഞെടുത്ത് വിക്ഷേപിക്കും. ഓരോ മിസൈലും ഇനേർഷ്യൽ, ആക്റ്റീവ്, പാസീവ് ഹോമിംഗ് സാങ്കേതിക വിദ്യകളുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നത്. ഇത് ജാമിങ്ങിനും ഇലക്ട്രോണിക് യുദ്ധത്തിനും ഏറ്റവും ഉയർന്ന പ്രതിരോധ ശേഷിയുള്ളതാകുന്നു. യുദ്ധമുഖത്ത് S-400 ഒരേ സമയം 36 ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കുവാൻ കഴിയും. വിവിധ ശ്രേണികളിലെ ഭീഷണികളെ നേരിടുവാൻ അനുയോജ്യമായ മിസൈലുകൾ വിക്ഷേപിക്കുവാനും കഴിയും. വിദൂര ലക്ഷ്യങ്ങൾക്കായുള്ള 40N6, 48N6DM ഫൈറ്റർ ജെറ്റുകൾ അല്ലെങ്കിൽ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ പോലുള്ള വേഗതയേറിയതും ചടുലവുമായ പ്ലാറ്റ്ഫോമുകളെ തകർക്കുവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 9M96E അല്ലെങ്കിൽ E2 എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഉയർന്നു പറക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പോലും തകർക്കുവാൻ കഴിയുന്നതത്ര ശക്തമാണ് S-400. ഇതിന് 30 കിലോമീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. സെക്കൻഡിൽ 4.8 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ ഈ സംവിധാനത്തിന് തടയുവാൻ കഴിയും. ഇത് വേഗത്തിൽ നീങ്ങുന്ന ഭീഷണികളെ നിർവീര്യമാക്കുന്നതിൽ ഉയർന്ന കൃത്യത നൽകുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് 5 സ്ക്വാഡ്രണുകൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ 3 എണ്ണം ഇതിനകം പ്രവർത്തനക്ഷമമാണ്. 2026ഓടെ 2 എണ്ണം കൂടി പ്രതീക്ഷിക്കുന്നു. 5 S-400 സ്ക്വാഡ്രണുകൾക്കായുള്ള 35,000 കോടി രൂപയുടെ കരാർ 2018 ഒപ്പുവെച്ചു. കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ വരുത്താതെ ഭീഷണികളെ ഫലപ്രദമായി നിർവീര്യമാക്കാൻ രാജ്യത്തെ സഹായിച്ച ഓപ്പറേഷൻ സിന്ദൂറിനിടെ S-400 വിന്യസിച്ചത് സംവിധാനത്തിന്റെ കൃത്യതയ്ക്ക് അടിവരയിടുന്നു. കൂടാതെ ഭാവിയിലെ വ്യോമ ഭീഷണികൾക്കെതിരായ ഒരു പ്രതിരോധമായി S-400 വിന്യാസം പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നിലപാട് ശക്തിപ്പെടുത്തുകയും അതിന്റെ സൈനിക ആസ്തികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.